ഗവർണർക്കെതിരെ FB പോസ്റ്റിട്ട് സംസ്കൃത സർവകലാശാലയിലെ ഫിലോസഫി പ്രൊഫസർ ഡോക്ടർ ഇബി കോശി. സംസ്കൃത സർവകലാശാല കുടുംബം എന്ന സർവകലാശാലയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലും FB പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, ഔദ്യോഗികമായ പേജിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഈ പ്രൊഫസർ ഇട്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത്? സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് UGC നിയമവും ചട്ടവും പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്, ഒപ്പം തന്നെ കാലടി സംസ്കൃത സർവകലാശാല VC ഡോക്ടർ MV നാരായണൻ എന്നിവരെ ചാൻസലർ കൂടിയായ ഗവർണറെ പുറത്താക്കിയ ഒരു കാര്യമുണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഫിലോസഫി അധ്യാപകൻ തന്നെ AB കോശി എന്ന ഫിലോസഫി അധ്യാപകൻ സമൂഹ മാധ്യമത്തിൽ പരസ്യമായിട്ട് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഗവർണറുടെ നടപടിയെ നീചം, നിന്ദ്യം, ക്രൂരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കേരള സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിന്റെ വിരോധം തീർക്കാനായി സർവകലാശാലകളുടെ മുകളിൽ കുതിര കയറുകയായിരുന്നില്ല വേണ്ടത് എന്ന ഒരു കണ്ടെത്തലാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഗവർണർ VC മാർക്കെതിരെ നടപടിയെടുത്തതെന്നും ഇദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സംസ്കൃത സർവകലാശാല കുടുംബം എന്ന സർവകലാശാലയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലും ഡോക്ടർ AB കോശി ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയെ സംബന്ധിച്ച് ഇതാദ്യമല്ല ഗവർണർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അധ്യാപകരിൽ നിന്നും ഒപ്പം തന്നെ SFI എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും അവിടെ അരങ്ങേറിയിരുന്നു. ഗവർണർക്കെതിരായ ബാനറുകൾ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, ഒപ്പം തന്നെ ഹൈക്കോടതി വരെ നിരോധിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ബാനറുകൾ കെട്ടുക തുടങ്ങി നിരവധി പ്രവൃത്തികൾ കാലടി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ അധ്യാപകരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് വ്യാപകമായി ഉയരുന്നത്. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റുകളുടെ അടിയിൽ തന്നെ ഇത്തരത്തിൽ പ്രൊഫസർ ഇത്തരത്തിൽ ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വരുന്നുണ്ട്. എന്തായാലും വളരെ നിന്ദ്യമായ രീതിയിലാണ് ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാനെ ഇത്തരത്തിൽ സർവകലാശാലയിലെ ഒരു പ്രൊഫസർ തന്നെ ഇത്തരത്തിൽ വിമർശിച്ചിട്ടുള്ളത്.